എന്നാലും ആ കാലഘട്ടത്തെക്കുറിച്ചും നസീർ സാറിനെ കുറിച്ചും എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് വെച്ചാൽ ഞങ്ങൾ മധു സാറിനെ സമീപിച്ചിരുന്നു. എന്നാൽ ശരി, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. പ്രേംനസീറിനെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ആക്ടിങ് കോമ്പറ്റീഷൻ എഴുതുന്നു. അത് ടൗൺ ഹാളിലായിരുന്നു നടന്നിരുന്നത്. അന്ന് CI പരമേശ്വരമുള്ള സാറ്, പിന്നെ കൈനിക്കര കുമാരമുള്ള സാറ്, അങ്ങനെ അതിൻ്റെ ഈ ട്രിവാൻഡ്രം ഡ്രാമാറ്റിക് ബ്യൂറോയുടെ മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ഈ ചെറുപ്പക്കാരന് 10-20 വയസ്സ് തികച്ച് വരില്ല. അന്ന് ഷേക്സ്പിയറിൻ്റെ ലോക നാടകത്തിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് കണക്കാക്കപ്പെടുന്ന ശേഷം ദുഷ്ടനായ ഒരു കഥാപാത്രം, ഷൈലോക്കാണ് ക്യാരക്ടറിൻ്റെ പേര്, അത് മലയാളത്തിലാക്കിയിട്ട് അത് അവതരിപ്പിക്കുക. അതാണ് ഈ ആക്ടിങ് കോമ്പറ്റീഷന് വന്നപ്പോൾ അദ്ദേഹം ചെയ്തത്. ഈ ഷൈലോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും പ്രേംനസീറിനെ ഓർക്കാൻ സാധിക്കില്ല. അങ്ങേറ്റം വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ ഷൈലോക്ക്. ആ കഥാപാത്രമായിട്ട് പ്രേംനസീർ എന്നല്ല, അന്ന് അബ്ദുൽ ഖാദറാണ്. എന്നിട്ട് അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനാണ് പിന്നീട് പ്രേംനസീറായതെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. ആലോചിക്കുക, ഇപ്പം പ്രേംനസീറിന് ഇങ്ങനെ പ്രേമിക്കാൻ മാത്രമേ അറിയാവൂ, മരം ചുറ്റാനേ അറിയാവൂ, പാടാനേ അറിയാവൂ എന്നൊക്കെ ശത്രുക്കൾ പറയാറുണ്ട്. ശ്രദ്ധിക്കാതെ സിനിമയിൽ തന്നെ അദ്ദേഹം നല്ല ഒന്നാന്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നീ ടീനേജിൽ 18-19 വയസ്സുള്ള കാലത്ത് ഈ ഷൈലോക്കിൻ്റെ ക്യാരക്ടർ അഭിനയിച്ച് അതിന് ഫസ്റ്റ് പ്രൈസ് ഇത്രയും വലിയ പ്രഗത്ഭന്മാരിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് അഭിനയത്തിന് അങ്ങേറ്റം കഴിവുള്ള, വാസനയുള്ള, എന്താ പറയുക, ദൈവാനുഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരന് മാത്രമേ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ പ്രേംനസീർ നമ്മൾ കണ്ടതിനേക്കാളുമൊക്കെ വലിയ ആക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ശരിക്ക് പ്രയോഗിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്ത ക്യാരക്ടറുകൾ വളരെ മെച്ചമായി പോയതുകൊണ്ട് അതിൽ തന്നെ തൂങ്ങിക്കിടക്കാനേ ഈ സിനിമ ഇൻഡസ്ട്രിക്ക് സാധിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവനും ഉപയോഗിക്കാൻ ഫിലിം ഇൻഡസ്ട്രിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും ഞാൻ ആമുഖത്തിൽ പറഞ്ഞ അത്ര റെക്കോർഡുകൾ, സിനിമകൾ, കഥാപാത്രങ്ങൾ, 1000 സിനിമകൾ ഒക്കെ ചെയ്ത ഒരാളെ പറ്റി മധുസാറിനെ പോലെ ഒരാൾ പറയുന്നത് അയാൾ അണ്ടർ റേറ്റഡ് ആണ്, അയാളുടെ നടനെ ഇനിയും മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? ഒരു കാലഘട്ടത്തിൽ അങ്ങേര് പറയും, എപ്പോൾ നോക്കിയാലും ഈ പാട്ടും കേട്ടും ആൾക്കാരുടെ പുറകെ നടക്കും, ഇത് തന്നെയാണല്ലോ, ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പോഴാണ് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുന്നൊരു പടം, വേലായുധം. അത് നല്ലൊരു ക്യാരക്ടർ. പിന്നെ അതുപോലെ എൻ്റെ കൂടെ വന്ന് ഭാര്യമാർ സൂക്ഷിക്കുക എന്നൊരു പടം, അതിൽ അങ്ങേര് വില്ലനാണ്, വില്ലനാണ്. പിന്നെ അങ്ങേര് വില്ലനായിട്ട് അഭിനയിച്ച ഇനിയൊരു പടം വന്ന് നിഴലാട്ടത്തിൽ അങ്ങേര് വില്ലനാണ്. ഭാര്യയെ വന്ന് പണത്തിന് വേണ്ടി എന്തും ചെയ്യിക്കാന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഷീലാമ്മ ടൈറ്റിൽ റോളിൽ വന്നിട്ടുള്ള കള്ളിച്ചെല്ലമ്മേല്, അതെ, കള്ളിച്ചെലമേല് വില്ലൻ. അയ്യോ, ഭയങ്കര വില്ലനല്ലേ, വില്ലന്റെ ക്യാരക്ടറാണ്. സത്യത്തിൽ അതിൽ ഹീറോ എന്ന് പറഞ്ഞാൽ മധുവാണ് ഹീറോ, മധു സാറാണ്. നസീർ സാറാണ് വില്ലനാണ്. അങ്ങേര് ഭാര്യയും പിള്ളേരൊക്കെ ഉള്ളപ്പോ വന്ന് ഇവളെ ചതിച്ച് ഇവള് പോയിട്ട് കൊച്ചായി വില്ലനല്ലേ. വലിയ അനുഭവം തോന്നുന്ന കാര്യമാണ്.